ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഷേക്ക് റെസിപ്പി ആയിട്ടാണ്. കിടിലൻ ഷേക്കാണിത്, എല്ലാവർക്കും ഇഷ്ടമാവും. കുടിച്ചപ്പോൾ നിർത്തുന്നില്ല, അപാര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ചോക്കോ ചിപ്സാണ് ഇതിന് ഞാൻ ടേസ്റ്റിന് കൊടുക്കുന്നത്. ഡെക്കറേഷനും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 കപ്പ് പാല്, 3 ചെറുപഴം, നിങ്ങൾക്ക് ഏത് ചെറുപഴമാണെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല മധുരം വേണം, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് സിനമോൺ പൗഡർ ഇട്ടെടുക്കാം, അതും ടേസ്റ്റാണ്. ഇതിലേക്ക് ഐസ് ക്യൂബ്സാണ്, നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊരു ജാറെടുത്ത് അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെയാണ് എല്ലാം മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ചെറുപഴം ഇട്ട് കൊടുക്കാം. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ എല്ലാം ഡബിളായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഷുഗർ എടുത്താൽ മതി. ഇനി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ്സാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല കട്ടി വേണമെങ്കിൽ ഐസ് ക്യൂബ്സിൻ്റെ അളവൊന്ന് കൂട്ടണം മതി, അല്ലെങ്കിൽ പാല് കട്ടിയൊക്കെ എടുത്താലും മതി. കൂട്ടുന്നതനുസരിച്ച് ഷുഗറിൻ്റെ അളവൊന്ന് കൂട്ടണം, അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല. ഷെയ്ക്കല്ല, നല്ല മധുരം വേണം. ഇനി ഇതിലേക്ക് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇനി കോംബോ ആയാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അധികം ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് വേണ്ട ഇഷ്ടമാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കട്ടിയാക്കിയിട്ടുള്ള പാലും അതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർക്കുന്നത്. നന്നായിരുന്നു ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിയാണ്. ഞാൻ ബാക്കി ഒരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. മൊത്തം 1/2 കപ്പ് പാലും പിന്നെ ബാക്കി കട്ടിയാക്കിയിട്ടുള്ള പാലുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണോ അത് ലൂസ് വേണോ നിങ്ങൾ പാലിൽ ഒഴിക്കുന്ന ഇതിനനുസരിച്ചിരിക്കും. നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഗ്ലാസ് ഒന്ന് ഞാൻ ചോക്കോ സിറപ്പ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ചോക്കോ സിറപ്പ് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞാൻ നിങ്ങൾ കണ്ടിട്ടൊന്ന് വളരെ ടേസ്റ്റിയാണ് ആ ചോക്കോ സിറപ്പ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 ഗ്ലാസ്സിനുള്ളേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിന് ഡബിൾ ആക്കി എടുത്താൽ മതി. ചോക്കോ ചിപ്സിൻ്റെ അതിൽ ഈ കോമ്പോയുടെ അളവൊന്ന് കുറച്ചാലും മതി. ചോക്കോയുടെ അതിനകം ഒരു കുത്തിരി ഉണ്ടാവും, അത് വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ്സിനുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്കോ ചിപ്സ് കൊണ്ട് ചോക്കോ സിറപ്പ് കൊണ്ടും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഷെയ്ക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.